അപ്പോൾ നമ്മുടെ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ഇതേപോലൊരു സോസ് പാനിലോട്ട് ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ഒരു ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. മെൽറ്റഡ് ചോക്ലേറ്റ് ആണ്. അതിലോട്ട് കുറച്ചായിട്ട് പാൽ ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഞാൻ 1/4 കപ്പ് പാലേ യൂസ് ചെയ്യുന്നുള്ളൂ. ഏറ്റവും പ്രൈമറി മീൻസ് ഒരു ബേസിക് ആയിട്ടുള്ള ഇതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതാ ഒരു 1/4 ടീസ്പൂൺ ചോക്ലേറ്റും അതിലോട്ട് 1/4 കപ്പ് പാലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഇത്തിരി പാടായിരിക്കും. നല്ലോണം ഒന്ന് മിക്സ് ചെയ്താൽ മതി. നെക്സ്റ്റ് ഇതാ ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ഈ ഒരു കോഫി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കപ്പ് പാലിനാണെങ്കിൽ 1 ടീസ്പൂൺ അങ്ങനെ ഒരു അളവിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് ഏറ്റവും ബേസിക് ആയിട്ട് 1/4 ടീസ്പൂൺ കോഫി പൗഡർ, 1/4 ടീസ്പൂൺ ചോക്ലേറ്റ്, മെൽറ്റഡ് ചോക്ലേറ്റ്, 1/4 കപ്പ് പാൽ അങ്ങനെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മളിതാ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത്, ഒന്നൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു സാധാരണ പാലൊക്കെ ഒന്ന് കാച്ചുന്ന പോലെ തന്നെ ഒന്ന് കാച്ചിയെടുക്കണം. അതിനുശേഷം ഞാൻ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് അരിച്ചിട്ട് വീണ്ടും നമ്മുടെ ആ ഒരു പാനിലോട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് തണുക്കുന്ന സമയത്ത് നമുക്കതായി ഇവിടെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഒരു സെയിം അളവിൽ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ആഡ് ചെയ്യാൻ 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ കുറച്ചായിട്ട് ഈ ഒരു പാനിലോട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ചേ ആഡ് ചെയ്യാവൂ. ബിക്കോസ് നമുക്കറിയാമല്ലോ കോൺഫ്ലോർ നമുക്ക് മിക്സ് ചെയ്യാൻ അത്രയും പാടാണ്. അത് കട്ട പിടിച്ചിരിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നോൺ സ്റ്റിക്കൊക്കെ ആണെങ്കിൽ കൂടി ആ ഒരു പാത്രത്തിൽ കട്ട പിടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കത് അടുക്കി പിടിക്കും. സൂക്ഷിച്ച് തന്നെ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പോൾ വീണ്ടും നമ്മുടെ ഗ്യാസിലോട്ട് സ്റ്റൗവിലോട്ട് വെച്ചതിന് ശേഷം ഒന്ന് ചൂടാക്കുന്നുണ്ട്. അതിലോട്ട് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ടറൊന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിന് ശേഷം ഫ്ലേവറിനായിട്ട് ഞാനത് വളരെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ, ഏലക്കകത്തുള്ള ഒരു വിത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് അതൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ ഏലക്ക ആഡ് ചെയ്തതന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഇതേപോലെ കുഞ്ഞ് കട്ടോരി പാത്രത്തിൽ ജസ്റ്റ് ഒന്ന് ബട്ടർ തടവിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു സംഭവം ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2 മണിക്കൂർ തണുപ്പിച്ചെടുക്കണം. തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിലായിരുന്നു വെച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇത്ര കട്ടിക്കിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രീസർ ആയതൊന്ന് മാറിയതിന് ശേഷം ഇതേപോലെ ഒരു പാത്രത്തിലോട്ടൊന്ന് കമഴ്ത്തി കൊടുക്കുക. ഇത്തിരി കഷ്ടമായിരിക്കും, എന്നാലും കുഴപ്പമില്ല. നമുക്കൊരു ജസ്റ്റ് ഒന്ന് ഈ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന പോലെ തന്നെ കഴിക്കാനായിട്ട് പറ്റും. അതിനുശേഷം ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ചോപ്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഫസ്റ്റ് യൂസ് ചെയ്തതും. ഡാർക്ക് ചോക്ലേറ്റ് തന്നെയായിരുന്നു. അതിട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പുഡിംഗ് റെഡിയായി. 1 മിനിറ്റ് പുഡിംഗ്.